നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മന്ത്ര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം മങ്കര ഗ്രാമപഞ്ചായത്തിലുള്ള കോട്ടക്കോളനിയിലെ കുടിവെള്ളക്ഷാമത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഏകദേശം 4 വർഷത്തോളമായി അവിടുത്തെ കുടിവെള്ളം മുടങ്ങിയിട്ട് എന്നാണ് അവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ അവിടുത്തെ പൊതുപ്രവർത്തകരും ആരോപിക്കുന്നത്. കുറേ പരാതി കൊടുത്തെങ്കിലും അവിടുത്തെ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡൻറ്റും മറ്റും പരാതി കൊടുത്തെങ്കിലും ഇതുവരെയും അതിന് യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് അവിടുത്തെ നാട്ടുകാരുടെ ആരോപണം. നമുക്ക് അവിടുത്തെ കോട്ടക്കോളനിയിലെ ഇപ്പോഴത്തെ അവസ്ഥയും അതുപോലെ തന്നെ അവിടുത്തെ നാട്ടുകാരുടെയും അവിടുത്തെ പൊതുപ്രവർത്തകരുടെയും പ്രതികരണം ഒന്ന് കണ്ടു നോക്കാം. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ കോട്ടക്കോളനിയിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്ന്. ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മന്ത്ര മീഡിയയിലേക്ക് സ്വാഗതം. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ കോട്ടക്കോളനിയിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിലെ കോട്ട പ്രദേശത്തെ കുടിവെള്ള പദ്ധതിയാണ് ഇപ്പോൾ ഞങ്ങളുടെ പിന്നിലുള്ളത്. ഏതാണ്ട് 25 വർഷക്കാലം പഴക്കമുള്ള കുടിവെള്ള പദ്ധതിയാണ് കോട്ട കുടിവെള്ള പദ്ധതി. കഴിഞ്ഞ 20 വർഷമായി സുഗമമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാലാകാലങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇതിൻ്റെ മെയിൻ്റെനൻസും മറ്റ് കാര്യങ്ങൾ നടത്തി അറ്റകുറ്റപ്പണികൾ നടത്തി ക്രമീകരിച്ചിട്ടുള്ളൊരു പദ്ധതിയാണ്. എന്നാൽ കഴിഞ്ഞ 4 വർഷക്കാലമായി നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഈ കുടിവെള്ള പദ്ധതിയോട് തികച്ചും ശത്രുതാ മനോഭാവമാണ് പുലർത്തുന്നത്. വിവിധ ഘട്ടങ്ങളിൽ നാട്ടിലുള്ള ആളുകൾ പരാതിയായും പ്രക്ഷോഭമായും ഗ്രാമപഞ്ചായത്തിന് മുന്നിലെത്തിയതാണ്. എന്നാൽ നാളിതുവരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറില്ല. ഏതാണ്ട് 10-20 ദിവസമായി നാമമാത്ര കുടിവെള്ളം മാത്രമാണ് ആളുകൾക്ക് ലഭിക്കുന്നത്. ഈ പ്രദേശത്തിലെ ദുർബല ജനവിഭാഗങ്ങൾക്ക് ഏക ആശ്രയമാണ് ഈ കോട്ട കുടിവെള്ള പദ്ധതി. ഏതാണ്ട് 100ഓളം കുടുംബങ്ങൾ, പ്രത്യേകിച്ച് ദുർബല ജനവിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് ഈ കുടിവെള്ള പദ്ധതി കൊണ്ടാണ് അവരുടെ കാര്യങ്ങൾ നടത്തിപ്പോകുന്നത്. കോട്ടയിൽ മാത്രമല്ല 9-ാം വാർഡിലും 7-ാം വാർഡ് 9-ാം വാർഡ് 6-ാം വാർഡ് എന്നീ പ്രദേശങ്ങളിലേക്ക് ഈ ലൈനിൽ നിന്നാണ് കുടിവെള്ളം ലഭ്യമാകുന്നത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു സമരവും പ്രക്ഷോഭവും എല്ലാം ഇവിടെ ജനങ്ങൾ നടത്തിയതാണ്. പഞ്ചായത്തിൽ ഇതിനെ സംബന്ധിച്ച് മെമ്മോറാണ്ടം സമർപ്പിച്ചതാണ്. എന്നാൽ നാളിതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ച് കാണുന്നില്ല. ഇവിടുത്തെ ആളുകൾക്ക് കുടിവെള്ളം ലഭ്യമാകണം. അതിനോട് രാഷ്ട്രീയപരമായ വിവേചനം സാധ്യമല്ല. അതുകൊണ്ട് ഈ കുടിവെള്ള പദ്ധതി അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തി ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പഞ്ചായത്ത് ഭരണസമിതി കൈക്കൊള്ളേണ്ടതാണ്. അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് വരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മങ്കര പഞ്ചായത്തിൽ കോട്ട കുടിവെള്ള പദ്ധതി കാലങ്ങളായിട്ട് നടന്നു വന്ന ഒരു പദ്ധതിയാണ്. ഇതിൽ നിന്ന് വെള്ളം 6-ാം വാർഡ് 7-ാം വാർഡ് 9-ാം വാർഡ് 3 വാർഡും ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഉള്ളത്. അവർക്ക് യഥാസമയം കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് വർഷാവർഷം അറ്റകുറ്റപ്പണികൾ നടത്തി അത് വൃത്തിയായി ചെയ്തു വന്നിരുന്നതാണ്. എന്നാൽ 4 വർഷമായി യാതൊരുവിധ അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടില്ല, റിപ്പയർ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഭാഗമായി പമ്പ് ഓപ്പറേറ്റർ ഇതിനെപ്പറ്റിയുള്ള പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനും നടപടികളൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ദുർഘട അവസ്ഥ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ പ്രക്ഷോഭം ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ തരത്തിലും ഈ അവഗണിക്കുന്ന ഭാഗം ഒഴിവാക്കി എത്രയും പെട്ടെന്ന് കുടിവെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാവിധ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട്. പക്ഷേ അവർക്ക് ഈ രാഷ്ട്രീയമല്ല ഇവിടെ പ്രധാനം. ഇവിടെ ജനങ്ങളുടെ കുടിവെള്ളമാണ് പ്രധാനം. ആ കുടിവെള്ളത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മുമ്പിൽ നിൽക്കുന്നത്. അത് നടപ്പിലാക്കണമെന്ന് മാത്രം ആണ് പറയാനുള്ളത്. വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ ഈ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പരാതികൾ
താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ വിവിധ ബോർഡ് യോഗങ്ങളിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്നിട്ട് നാളിതുവരെ അതിനൊന്നും യാതൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ശക്തമായിട്ട് ഇതിന് ഇനി ഇതിൽ അടുത്ത പരിപാടി കുടിവെള്ളം കിട്ടുക, അത് മാത്രമേ ഉള്ളൂ. കിട്ടിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ഉണ്ടാവും. ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടണം. അതാണ് നമ്മുടെ രാഷ്ട്രീയം ഇതിൽ ഇല്ല. എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കുടിവെള്ളത്തിൻ്റെ കാര്യമായതുകൊണ്ട് ഇത്രയും ശക്തമായി രംഗത്ത് വരാൻ കാരണം. പണിയില്ല, വർഗിന് പോയിട്ടില്ല. അതായത് പട്ടി ഇറക്കാൻ നമ്മൾ കുറേ പണങ്ങളാണ്. ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടാണല്ലേ. എനിക്ക് നടക്കാൻ പറ്റാത്തവിടെ ഈ അമ്മനെ ഇതാ കണ്ടില്ല, നടക്കാൻ പറ്റാത്തവര് വളരെ ഒരു തോണ്ടി വെള്ളം കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിയില്ല. പോയാലോ അല്ലേ, വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം എന്താ എത്രയും പെട്ടെന്ന് വെള്ളം ശരിയാക്കി തരാനല്ലേ, വെള്ളത്തിൽ ശരിയാക്കി വേണം. ഇത് കണ്ടില്ലേ, ഈ അമ്മ വളരെ ബുദ്ധിമുട്ട്, നടക്കാൻ കൂടി പറ്റാത്തൊരവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് കുടിവെള്ളം ശരിയാക്കി തരണം പറയണം പഞ്ചായത്ത് പ്രസിഡന്റിനോടും മറ്റു ഭരണസമിതിയോടും പറയാനുള്ളത്. ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ കുറേ ലേശം ഇത്തിരി പൈപ്പിൽ കൂടെ ഇത്തിരി വെള്ളം വരുന്നുണ്ട്, എല്ലാവർക്കും കിട്ടുന്നില്ല. പിന്നെ എല്ലാവരും ഇതിനു വേണ്ടി മുൻകൈ എടുക്കണം എന്നാണ് പറയുന്നത്. പഞ്ചായത്തിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ആർക്കും വെള്ളം അങ്ങനെ കിട്ടുന്നില്ല ഇവിടെ. എത്രയും പെട്ടെന്ന് വെള്ളം ശരിയാക്കണം ഞങ്ങൾക്ക് വേണ്ടി. പണികളൊന്നും നടത്താത്തത് കൊണ്ട് വെള്ളം കിട്ടിയിട്ട് 4 മാസത്തോളമായി. പഞ്ചായത്തിൽ നിരവധി തവണ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള നടപടികളും ഒന്നും കൈക്കൊണ്ടില്ല. നാട്ടുകാർ വെള്ളത്തിന് വേണ്ടി നല്ല രീതിയിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെന്താ വേണ്ടത്, എല്ലാവരും കണ്ടറിഞ്ഞ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് ഞങ്ങൾ ഈ സമരം കാര്യങ്ങളായിട്ട് ശക്തമായ പരിപാടി തന്നെ, ശക്തമായ സമരപരിപാടി മുന്നോട്ട് പോലും അതിനാണ് തീരുമാനിച്ചു. അത് അടുത്ത പരിപാടി അല്ലേ, ശക്തമായ സമരപരിപാടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. 3 മാസമായി ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ല. പഞ്ചായത്ത് ഒന്നും ഇത് തന്നിട്ട് കിട്ടിയിട്ടില്ല. വളരെ ബുദ്ധിമുട്ടാണല്ലേ. വളരെ ബുദ്ധിമുട്ടാണ്. പരാതി എന്നിട്ട് അവരൊന്ന് ശരിയാക്കാൻ പറയുന്നുണ്ട്. അവർ ഇങ്ങനെ തന്നെ പറയാം. ശരി എന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളം ഇപ്പം വരുന്നതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒറ്റ വെള്ളം വരുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് അത്ര കുറേ, വളരെ ബുദ്ധിമുട്ടല്ലേ. ഇപ്പൊ വരുന്നില്ല, എത്തിച്ച് വരുന്നുള്ളൂ. കലങ്ങിട്ട് വരുന്നില്ല. മിഷ്യത്തിൽ കേട്ടുകൊണ്ട് ഇപ്പൊ എന്താ പഞ്ചായത്ത് പറയാൻ എത്ര വേണം ശരിയാക്കി തരാൻ പറയാനല്ലേ. പഞ്ചായത്ത് എങ്ങനെ ശരിയാക്കി തന്നെ വേണം, അല്ലെങ്കിൽ നാക്ക് വെള്ളം കിട്ടുന്നു. വളരെ ബുദ്ധിമുട്ട്, വളരെ ബുദ്ധിമുട്ടാണല്ലേ. വയസ്സായ അവിടെ വെള്ളത്തിന്